നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പ്രവാസി വ്യവസായിയുടെ മൊഴിയെടുത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നിർണായക നീക്കം. സ്വർണ്ണക്കേസിലാണ് പ്രത്യേക അന്വേഷണ സംഘം നിർണായക നീക്കം നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് പ്രവാസി വ്യവസായിയുടെ മൊഴിയെടുത്തിരിക്കുന്നത്. കേട്ടറിവ് വെച്ചുള്ള വിവരങ്ങളാണ് കൈമാറിയതെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഇതിനു പിന്നാലെയാണ് പ്രവാസി വ്യവസായിയുടെ മൊഴിയെടുക്കുന്ന തരത്തിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയത്. ഇന്നലെയാണ് പന്തളം സ്വദേശിയുടെ മൊഴിയെടുത്തത്. ഫോണിലൂടെയായിരുന്നു മൊഴിയെടുപ്പ്. എന്തായാലും പ്രവാസി വ്യവസായി നൽകിയ മൊഴിയിൽ SIT അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. രമേശ് ചെന്നിത്തലയാണ് കൊള്ളയ്ക്ക് അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയുമായി ബന്ധമുണ്ട് എന്ന കാര്യം നേരിട്ടറിയുന്ന ആൾ മൊഴി നൽകുമെന്ന് SIT അറിയിച്ചത്. ഇതിനോടനുബന്ധിച്ചാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിർണായക നീക്കം നടത്തിയ ആളിന്റെ മൊഴിയെടുത്തത്. ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണ്ണപ്പാളികൾ പുരാവസ്തുക്കളായി 500 കോടിക്ക് വിദേശത്ത് വിറ്റെന്നാണ് ചെന്നിത്തല നൽകിയ മൊഴി. ഇത് സാധൂകരിക്കുന്ന വിവരങ്ങളായിരുന്നു പ്രവാസി വ്യവസായി വെളിപ്പെടുത്തിയത്. ചെന്നിത്തലയുടെ ആരോപണം ശരിവെച്ച വ്യവസായി 500 കോടിയുടെ പുരാവസ്തു കടത്താണ് നടന്നതെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയും ചെയ്തു. ഫോണിലൂടെയാണ് SIT വിവരങ്ങൾ ശേഖരിച്ചത്. 3 മണിക്കൂറോളം വ്യവസായിയുമായി അന്വേഷണ സംഘം സംസാരിച്ചുവെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും നേരിട്ട് മൊഴിയെടുക്കാനുള്ള ഒരു നീക്കം കൂടി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പന്തളം സ്വദേശിയാണ് ഈ ഒരു വ്യവസായി. പുരാവസ്തു കടത്ത് സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വ്യവസായി കൈമാറിയിട്ടുണ്ട് എങ്കിൽ ഈ അന്വേഷണത്തിന് ഇത് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഇത് എത്തുകയാണ്. മൊഴി കിട്ടിയതോടെ വിശദാന്വേഷണത്തിലേക്കും കടന്നിരിക്കുകയാണ്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മറ്റൊരു നിർണായകമായ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അതായത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാർ അറസ്റ്റിലായിരുന്നു. റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് ശ്രീകുമാറെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇയാളെ റിമാൻഡ് ചെയ്തത്. ദ്വാരപാലക ശില്പക്കേസിലാണ് ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാല പാളികൾ കൈമാറുമ്പോൾ സാക്ഷിയായി ഒപ്പിട്ടത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാർ ആണ് എന്നായിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കണ്ടെത്തൽ. ഇതിനിടെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിറകിൽ അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിന് ബന്ധമുണ്ടെന്ന വിവരം രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറിയ പ്രവാസി വ്യവസായിയുടെ മൊഴി SIT രേഖപ്പെടുത്തുകയും ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാല പാളികൾ കൈമാറിയപ്പോൾ മഗസറിൽ സാക്ഷിയായി ഒപ്പിട്ട അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും ഗുരുതര വീഴ്ച പറ്റിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. പാളികൾ സ്വർണം പൊതിഞ്ഞതാണെന്ന് അറിഞ്ഞിട്ടും കൊള്ള നടത്താൻ ഉദ്യോഗസ്ഥൻ കൂട്ടുനിന്നുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രത്യേക സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ പാളികൾ തിരികെ എത്തിച്ചിരുന്നു. പാളികൾ തിരികെ എത്തിച്ചപ്പോഴും തൂക്കം പരിശോധിച്ചിട്ടില്ല. തൂക്കം പരിശോധിക്കാതെയാണ് മഗസറിൽ ഒപ്പിട്ടത്. ഇത് വീഴ്ചയുണ്ട് എന്നും അന്വേഷണ സംഘത്തിന്റെ നിർണായക കണ്ടെത്തൽ. എന്തായാലും കഴിഞ്ഞ ദിവസം രാവിലെയോടെയാണ് ശ്രീകുമാറിനെ പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത്. നേരത്തെ ഹൈക്കോടതിയിലും വിചാരണ കോടതിയിലും ശ്രീകുമാറിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. എന്നാൽ താൻ AO ആയി ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ പാളികൾ കൈമാറാനുള്ള മഗസറിന്റെ കരട് മുരാരി ബാബു തയ്യാറാക്കിയിരുന്നുവെന്നും ചെമ്പുപാളികൾ എന്ന് എഴുതിയതിനെ കുറിച്ച് അറിവില്ലെന്നുമായിരുന്നു ശ്രീകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഒപ്പിടുക എന്നത് തന്റെ ഉത്തരവാദിത്തമായിരുന്നുവെന്നാണ് ശ്രീകുമാർ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. ദേവസ്വം മാനുവൽ പ്രകാരം തിരുവാഭരണം അടക്കമുള്ള അമൂല്യ വസ്തുക്കളിന്മേൽ യാതൊരു നിയന്ത്രണവും AOയ്ക്ക് ഇല്ലെന്നും മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും നിർണായകമായ നീക്കം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പ്രത്യേകിച്ച് ഈ വ്യവസായിയുടെ മൊഴിയെടുത്തപ്പോൾ കൊള്ളയിൽ ഉൾപ്പെടെ ഒരാളുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ വ്യക്തിഗത അനുഭവങ്ങൾ വ്യവസായി പോലീസിനോട് അറിയിച്ചിട്ടുണ്ട്. രേഖകളൊന്നും ഹാജരാക്കിയില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും കൂടുതൽ വ്യക്തതയൊക്കെ ഈ കാര്യങ്ങളൊക്കെ വരേണ്ടതായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം കേസിലെ മറ്റൊരു പ്രതിയും മുൻ ദേവസ്വം സെക്രട്ടറിയുമായ ജയശ്രീ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി സുപ്രീം കോടതി ഉടൻ പരിഗണിക്കും. ഹൈക്കോടതി 2 വട്ടം തള്ളിയതാണ് ഹർജി. എന്തായാലും സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നതാണ് ചോദ്യം. ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്ത് മുൻകൂർ ജാമ്യം വേണമെന്ന ആവശ്യമാണ് ജയശ്രീ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അഭിഭാഷകൻ A. കാർത്തിക്കാണ് ജയശ്രീക്കായി ഹർജി സമർപ്പിച്ചത്. ദേവസ്വം സെക്രട്ടറി ജയശ്രീയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തതിനിടെയാണ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നത്. സന്നിധാനത്തെ അമൂല്യ വസ്തുക്കളിൽ നിന്ന് സ്വർണം കവർന്നതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട വൻ തോക്കുകൾ പുറത്തുവരാനുണ്ടെന്നും കോടതി വാദത്തിനിടെ നിരീക്ഷിച്ചിരുന്നു. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. അതേസമയം
KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് പോറ്റിയെ കെട്ടിയ പാട്ടിൽ അന്വേഷണം വന്നതിന് പിന്നാലെയാണ് ശബരിമലയിൽ കള്ളൻ കപ്പലിൽ തന്നെയെന്ന് ആദ്യം പറഞ്ഞത് താനെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചു. എന്നാൽ ഇപ്പോൾ അതും കഴിഞ്ഞ് കപ്പിത്താൻ തന്നെ CPM നേതാക്കളാണെന്ന് തെളിഞ്ഞു. സ്വർണം മോഷ്ടിച്ചതിൽ പരാതിയില്ലാത്ത CPMന് അതേക്കുറിച്ച് എഴുതിയ പാട്ടിലാണ് പരാതി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള CPM അവകാശവാദം പൊള്ളയാണെന്ന് തെളിഞ്ഞെന്നും സണ്ണി ജോസഫ് വിമർശിച്ചു. പോറ്റിയെ കയറ്റി എന്ന പാരഡി ഗാനത്തിനെതിരെ പോലീസ് കേസെടുത്തെങ്കിലും കടുത്ത നടപടികൾ ഉടൻ ഉണ്ടാകില്ല എന്നാണ് സൂചന. പ്രതി ചേർത്തവരെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തും. പാട്ട് പ്രചാരണം നൽകുന്ന സൈറ്റുകളിൽ നിന്ന് നീക്കം ചെയ്യും. കേസെടുത്തതിൽ പോലീസിനുള്ളിൽ 2 അഭിപ്രായമുണ്ട്. പോലീസ് 2 തട്ടിലാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. എന്തായാലും CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. വിഷയം അവിടെ ചർച്ചയാകുന്നുണ്ട്. പാട്ടെഴുതിയ ഖത്തറിൽ ജോലി ചെയ്ത നാദാപുരം ചാലപ്പുറം സ്വദേശി GP കുഞ്ഞബ്ദുള്ള, സംഗീതം നൽകിയ കോഴിക്കോട് സ്വദേശി ഹനീഫ, പാടിയ ഡാനിഷ് കൂട്ടിലങ്ങാടി തുടങ്ങിയവരെ പ്രതിയാക്കി തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. മനോഹരമായ ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചെന്നും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണ് പാട്ടിനെ വികലമാക്കിയതെന്നും ചൂണ്ടിക്കാട്ടി തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രശാന്ത് കുഴിക്കാലയാണ് പരാതി നൽകിയത്. ഇത് സൈബർ ഓപ്പറേഷൻസ് വിഭാഗത്തിന് ഈ ഒരു പരാതി കൈമാറിയിരിക്കുകയാണ്. പ്രാഥമിക പരിശോധനയിൽ കേസെടുക്കാമെന്നാണ് കണ്ടെത്തിയത്. ഇതോടെ പരാതി സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. ഗാനം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വ്യാപകമായാണ് പ്രചരിച്ചത്. എന്നാൽ പാരഡി ഗാനത്തിനെതിരെ പരാതി നൽകിയത് CPMന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് തിരുവാഭരണ പാത സംരക്ഷണ സമിതി ചെയർമാനും ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറിയുമായ K ഹരിദാസ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. പ്രസാദ് കുഴിക്കാല എന്ന വ്യക്തിയാണ് DGPക്ക് പരാതി നൽകിയത്. ഇയാൾ ആദ്യകാലത്ത് തിരുവാഭരണ പാത സംരക്ഷണ സമിതി പ്രവർത്തകനായിരുന്നു. പിന്നീട് പുറത്തായതോടെ ഇതേ പേരിൽ പുതിയ സംഘടന രൂപീകരിച്ചിരുന്നു. തിരുവാഭരണ പാത സംരക്ഷണ സമിതിക്ക് പരാതിയുമായി ബന്ധമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പാരഡി പാട്ട് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായി CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും പ്രതികരിച്ചിരുന്നു. മതവികാരം വ്രണപ്പെടുത്തുന്നതാണ് പാട്ട്. കോൺഗ്രസും BJPയും പാട്ടിനെ വർഗീയ ധ്രുവീകരണത്തിന് ഉപയോഗിച്ച് വോട്ട് പിടിക്കാൻ ശ്രമിച്ചതായും പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.